ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ. ചിക്കനോ മുട്ടയോ ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത് നമ്മൾ ഒറ്റ കുക്കർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതിനകത്തോട്ട് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് പിന്നെ നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു 4 ഗ്രാമ്പൂ ഉണ്ട്, ഒരു കഷ്ണം പട്ട, ഒരു സ്റ്റാർ അനീസ്, 2 ഏലക്ക, ഇത്രയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു ബിരിയാണിയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് കഴിക്കാനും പറ്റും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉള്ളി ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഞാൻ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ 1 ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പേസ്റ്റ് ഇല്ലെങ്കിൽ പകരം ചതച്ചിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇത്രയും പൊടികളാണ് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ തൈരൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ തൈര് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മാക്സിമം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് നല്ല പഴുത്ത ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഒത്തിരി അങ്ങ് ഉടഞ്ഞ് കിട്ടണമെന്നില്ല. കാരണം തക്കാളി ഇല്ലേ നമ്മൾ ഈ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെന്ത് വന്നോളും. അപ്പോൾ ചെറുതായിട്ട് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളക്കടലയാണ്. ചുമ്മാ ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ. രാത്രി ഒന്ന് കുതിർത്തി വെക്കുക. അതിനുശേഷം നമ്മൾ വേവിക്കുമ്പോൾ ഫുള്ളായിട്ട് അങ്ങ് വല്ലാണ്ട് വേവിച്ചെടുക്കേണ്ട. ഒരു 90% വേവിച്ചെടുത്താൽ മതി. കാരണം നമ്മൾ ഇനി ഒരു വിസിലിട്ടിട്ട് ഇതിലും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബസ്മതി അരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് ബസ്മതി അരി നന്നായി കഴുകി അരമണിക്കൂർ കുതിർത്തിയതിന് ശേഷം വെള്ളം മുഴുവൻ കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ്. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് ബസ്മതി ആയിരിക്കും നമുക്ക് വേണ്ടത്. 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് വേവായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. സാധാ വെള്ളമാണ്, പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം 1 കപ്പ് ഒഴിച്ചു, പിന്നെ നമ്മൾ 1/2 കപ്പും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. കാരണം അരിക്കും കൂടെ ഉപ്പ് പിടിക്കാനുള്ളതാണ്. അപ്പോൾ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന പോലെ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒറ്റ വിസിലേ വേണ്ടുള്ളൂ ഇത് വെന്ത് വരാനായിട്ട്. കാരണം ബസ്മതി അരിയാണ്, ഒരുപാട് നേരം എടുക്കില്ല. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. വിസിൽ വന്നാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിന് ശേഷം പ്രഷർ മൊത്തം പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി. ഇപ്പം നന്നായിട്ട് ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് മനസ്സിലാവും വെന്തിട്ടുണ്ട്. പക്ഷേ ഈ ചൂടോടെ തന്നെ നമ്മളിത് ഒരുപാടിട്ട് ഇളക്കരുത്. കാരണം ചൂടോടെ ഇളക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോവും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഫോർക്കോ അല്ലെങ്കിൽ ഒരു തവിയുടെ സൈഡോ എന്തെങ്കിലും വെച്ചിട്ട് മാത്രം ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ ഞാനിവിടെ ചള്ളാസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെയാകുമ്പോൾ നല്ല കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈരിൻ്റെ സാലഡ് ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുട്ടീസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.